അല്ല, ഇത് ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കണം. അൻവർ ഉന്നയിച്ച സമയത്ത് ഞാൻ അൻവറിനോടല്ല മറുപടി പറഞ്ഞത്, മുഖ്യമന്ത്രിയോടാണ് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിയാണ് സഭാ നേതാവും LDF ഇടതുപക്ഷ പാർട്ടികളുടെ MLA-മാരുടെ നേതാവും. ഞാനാണ് UDF-ന്റെ. UDF-ലെ ഏതെങ്കിലും ഒരു MLA ഞാൻ അറിയാതെ ആർക്കെങ്കിലും എതിരായിട്ട് ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ? ഞാൻ അറിയണം, എന്റെ അനുമതി വേണം, പാർലമെന്ററി പാർട്ടി ലീഡർഷിപ്പിന്റെ അനുമതി വേണം. മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ ഇത്രയും തരം താണ ഒരു ആരോപണം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കും. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും അതിൽ പങ്കുണ്ട്. അദ്ദേഹം നിഷേധിച്ചില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് ഇതുവരെ ഒരു കമന്റും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അറിയാം ഇത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നും അത് അവസാനം തമാശയായി പോയപ്പോഴാണ് ഇപ്പൊ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇല്ലാത്തത്. പക്ഷെ കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നയിച്ചതാ. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാ ചോദിച്ചത്, നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് ചോദിച്ചത്. എന്നിട്ട് എല്ലാ MLA ആരോപണം വിധേയരായ എല്ലാവരും പറയും ഇത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണം. ആദ്യമായിട്ട് പറഞ്ഞത് എനിക്കെതിരായ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യരുത്. ഇങ്ങനെ ഒരു കാലത്ത് ഇതുപോലെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളും നേതൃത്വവും ഒക്കെ ഈ കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന് വരും തലമുറ അറിയട്ടെ, അത് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആരോപണങ്ങൾക്കുള്ളിൽ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതിയോടുകൂടിയാണ് ഉന്നയിച്ചത്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസായിരിക്കും, ശശിയാകാം, വേറെ ആരെങ്കിലും ആകാം, വ്യക്തികളല്ല പ്രശ്നം. ഞാൻ പൊളിറ്റിക്കലായിട്ടാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഒരു LDF MLA, ഒരു CPM MLA സഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണം ഉന്നയിക്കുക. അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഇത് ഉന്നയിച്ചത്. എന്നിട്ട് ഇപ്പൊ അതിന് ആരുമില്ല, നാഥനില്ല. ഇപ്പോ ഉന്നയിച്ച ആളും പറയുന്നു വേറെ ആൾ പറഞ്ഞിട്ടാണെന്ന് പറയുന്നു, ആള് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കുന്നു. അപ്പൊ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാഴ്ചക്കാരാവും ഇപ്പോ, അത്രേ ഉള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.